കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി CPM പിന്തുണച്ചു എന്ന വാർത്തയാണല്ലോ. ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച സൈനിക നടപടിയെ CPM അപലപിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാണ് CPM പൊളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗൗതം, എന്താണ് പൊളിറ്റ് ബ്യൂറോ ഈ വിഷയത്തിൽ ഇടപെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? വീണ, രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനമാണ്. കാരണം ആഭ്യന്തര ഭീഷണിയായി പൊതുവെ സർക്കാരുകൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഈ ചുവപ്പ് ഭീകരത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത. അതിനാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ധാരാളം എൻകൗണ്ടറുകൾ രാജ്യത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ ദണ്ഡകാരുണ്യ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഓപ്പറേഷനുകൾ നടക്കുകയാണ്. എന്നാൽ ആ ഓപ്പറേഷനുകളെ വിമർശിച്ചുകൊണ്ടും അതിനെ അപലപിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോയുടെ ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ എൻകൗണ്ടറുകൾ ശരിയല്ല, അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിക്കുന്ന ഇത്തരം നടപടികൾ ശരിയല്ല, അവരുമായി ചർച്ച നടത്തണമെന്നതാണ് CPIM ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ വെക്കുന്ന ആവശ്യം. പ്രത്യേകിച്ച് ഈ ഒരു പ്രസ്താവന പുറത്തു വന്നത് ബസവരാജ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ലെനിനിസ്റ്റ് എന്ന ഭീകര സംഘടനയുടെ, അതായത് നിലവിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംഘടനയാണ് CPIM എന്ന് ഉദ്ദേശിക്കുന്ന CPIML മാവോയിസ്റ്റ് എന്ന സംഘടന. അതിന്റെ ജനറൽ സെക്രട്ടറിയെ തന്നെ കഴിഞ്ഞ ദിവസം ബസവരാജയെ കഴിഞ്ഞ ദിവസത്തെ എൻകൗണ്ടറിൽ ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന വധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ ഇത്തരത്തിൽ ഈ എൻകൗണ്ടറിനെ വിമർശിച്ചുകൊണ്ടും ഈ ഭീകരരുമായി ചർച്ച നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ CPMന്റെ ഔദ്യോഗിക മുഖപത്രമായ അഖിലേന്ത്യാ മുഖപത്രമായിട്ടുള്ള പീപ്പിൾസ് ഡെമോക്രസിക്കകത്തും സമാനമായ രീതിയിൽ വലിയ ലേഖനം തന്നെ വന്നിരിക്കുന്നു. ആ ലേഖനവും ഇത്തരം എൻകൗണ്ടറുകൾ ഒഴിവാക്കണമെന്നും ഇവരുമായി ചർച്ച നടത്തണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വീണ, ശരി ഗൗതം.